നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു വലത് മുന്നണികളും ബിജെപിയും പ്രചരണം കൊഴുപ്പിക്കുന്നു. വിലക്കയറ്റവും അഴിമതിയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന ചെങ്ങറ സുരേന്ദ്രൻ. കൊടിക്കുന്നിൽ അവകാശപ്പെടുന്ന വികസനങ്ങളിൽ കഴമ്പില്ല, പ്രഖ്യാപനമല്ല വികസന പൂർത്തീകരണമാണ് വേണ്ടതെന്നും ചെങ്ങറ. ചിതറയിൽ ക്വാറി മാഫിയകൾക്കെതിരെ ജനകീയ കൂട്ടായ്മ, അപ്പൂപ്പൻ പാറയെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. മത്സരം മുറുകുന്നു. മാവേലിക്കരയിൽ LDFും UDFും ബിജെപിയും പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം. കൊടിക്കുന്നിലിനെതിരെ രൂക്ഷ വിമർശനവുമായി ചെങ്ങറ സുരേന്ദ്രൻ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുവലതു സ്ഥാനാർത്ഥികളും ബിജെപി സ്ഥാനാർത്ഥിയും പത്തനാപുരം മേഖലയിൽ പര്യടനം നടത്തി. വിവിധ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി ചെങ്ങറ സുരേന്ദ്രൻ പട്ടാഴി വടക്ക് പഞ്ചായത്തുകളിലും പിറവന്തൂർ പഞ്ചായത്തിലും സ്വീകരണം ഏറ്റുവാങ്ങി. താൻ MP ആയിരുന്ന കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇനി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞാണ് ചെങ്ങറ വോട്ട് അഭ്യർത്ഥിച്ചത്. കശുവണ്ടി തൊഴിലാളികളായ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും വളരെ നന്നായി എനിക്ക് മനസ്സിലാവും. ഞാനും നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് എന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ അച്ഛൻ ചെങ്ങറത്തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയും അമ്മ തൊഴിലാളിയുമാണ്. അപ്പോൾ നിങ്ങളുടെ വേദനയും എൻ്റെ സാഹചര്യങ്ങളും ഒരുപോലെയാണ്. കശുവണ്ടി തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. മയിലാടുംപാറ കുരിശടിയിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി തന്റെ സ്വീകരണ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ ഗൌരവമുള്ളതാണെന്നും കോൺഗ്രസിനും ബിജെപിക്കുമെതിരായ ഒരു മൂന്നാം ശക്തി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് LDF സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി B അജയകുമാർ, അഡ്വക്കേറ്റ് H രാജീവൻ, അഡ്വക്കേറ്റ് S വേണുഗോപാൽ തുടങ്ങി നിരവധി LDF നേതാക്കൾ വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പട്ടാഴി വടക്ക് തലവൂർ പഞ്ചായത്തുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ ഭാഗങ്ങളിൽ KB ഗണേഷ് കുമാർ MLA ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൊടിക്കുന്നിൽ സുരേഷിനൊപ്പമുണ്ടായിരുന്നു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് വോട്ട് തേടിയത്. പട്ടാഴി ദേവീക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷമാണ് പട്ടാഴി ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് അദ്ദേഹം പര്യടനം തുടങ്ങിയത്. KB ഗണേഷ് കുമാർ MLA, ഷാഹിദ കമാൽ, UDF ചെയർമാൻ ബാബു മാത്യു, DCC ജനറൽ സെക്രട്ടറി CR നജീബ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M ഷേഖ് പരീദ്, UDF കൺവീനർ K അനിൽ, കേരള കോൺഗ്രസ് B നിയോജക മണ്ഡലം പ്രസിഡന്റ് AR ബഷീർ, വടകോട് മോനച്ചൻ, G രാധാമോഹൻ തുടങ്ങി നിരവധി നേതാക്കൾ UDF സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുധീർ പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ രണ്ടാംഘട്ട പര്യടനം നടത്തി. പട്ടാഴി, പിറവന്തൂർ, പട്ടാഴി വടക്ക്, തലവൂർ, പത്തനാപുരം പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുധീറിന് വരവേൽപ്പും സ്വീകരണവും ലഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് BJP സ്ഥാനാർത്ഥി പറഞ്ഞു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് സുധീർ കുറ്റപ്പെടുത്തി. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണം നൽകുന്നതിനും സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനുമായി BJPയുടെ നിയോജക മണ്ഡലം ജില്ലാ നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദേശീയ രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് മാവേലിക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ചെങ്ങറ സുരേന്ദ്രൻ. വിലക്കയറ്റവും അഴിമതിയും ചർച്ചയാവും. ലൈവ് വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തും രാജ്യത്താകെയും ചില മാറ്റങ്ങളുണ്ടാകും. വിലക്കയറ്റം മൂലം ജനം പൊറുതിമുട്ടിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്നും ചെങ്ങറ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സംഭവ വികാസങ്ങൾ രാജ്യത്തും കേരളത്തിലും ഉണ്ടായി. അപ്പോൾ ആ പുതിയ സംഭവവികാസങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം പത്രമാധ്യമങ്ങളിലൂടെ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നന്നായി സ്വാധീനിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വരും. ദേശീയ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം വിലക്കയറ്റം. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. സാധാരണ ജനങ്ങളിൽ നിന്ന് തൊഴിലാളികളാണ്. തൊഴിലാളികളുടെ വേതനം വർധനമില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും വർധനമില്ല. പക്ഷേ അവരുടെ ദൈനംദിന ചെലവ് വർദ്ധിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ നന്നായി പ്രകടമാക്കുന്നുണ്ട് എന്ന് മണ്ഡലത്തിലുടനീളം നടത്തിയ പര്യടനത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മോശം അഭിപ്രായം. അഴിമതി, ഇത്രമാത്രം അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെൻറ്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ ഗവൺമെൻറ്റാണ്. ആർക്കാണതറിയാത്തത്? കോൺഗ്രസ് ആളുകൾ പോലും
എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. അത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരമാണ്. തീർച്ചയായും അത് നന്നായിരിക്കും. പ്രാദേശിക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലുതായി സ്വാധീനിക്കും. കൊല്ലത്തിന്റെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്ന കശുവണ്ടി വ്യവസായവും തൊഴിലാളികളും കടുത്ത പ്രതിസന്ധിയിലാണ്. 16 എംപിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടും റബ്ബർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കുട്ടനാട്ടിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നും ചെങ്ങറ ചൂണ്ടിക്കാട്ടി. ഓരോ പ്രദേശത്ത് ഓരോ വിഷയങ്ങൾ. ഇപ്പോൾ കൊല്ലം ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും കശുവണ്ടി തൊഴിലാളികളുടെ വിഷയം. കശുവണ്ടി തൊഴിലാളികളെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നത് കശുവണ്ടി തൊഴിലാളികൾ. 3.5 ലക്ഷം കശുവണ്ടി തൊഴിലാളികൾ, 500-ലധികം കശുവണ്ടി ഫാക്ടറികളുണ്ട്, കോർപ്പറേഷൻ ഫാക്ടറിയുണ്ട്, കാപ്പെക്സ് ഉണ്ട്, സ്വകാര്യ മേഖലയിലുണ്ട്. ഇവിടെയെല്ലാമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പരമാവധി കശുവണ്ടി ഫാക്ടറികൾ അടച്ചിട്ടിരിക്കും. ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം കിട്ടിക്കൊണ്ടിരുന്ന ഈ കശുവണ്ടിക്ക് പരിപ്പിരിപ്പ് വിലയില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇറക്കുമതി നയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ റബ്ബർ വലിയ വിഷയമാണ്. റബ്ബറിനെ സംബന്ധിച്ച് റബ്ബർ കർഷകർ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. 260 രൂപ വിലയുണ്ടായിരുന്ന റബ്ബറിന് 150 താഴെ. ആരാണ് ഭരിക്കുന്നത്? എന്താണ് ഇവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ്? 16 എംപിമാരാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണച്ചത്. ഈ 16 എംപിമാർ ഈ റബ്ബർ കർഷകർക്ക് വേണ്ടി എന്താ ചെയ്യും? ഈ മണ്ഡലം റബ്ബർ കർഷകർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് പത്തനാപുരം പ്ലാന്റേഷൻ ഏരിയയാണ്. പിന്നെ പ്രാദേശിക വിഷയം, ഓരോ സ്ഥലത്തും ഓരോന്നും. കുട്ടനാട്ടിൽ വെള്ളമുണ്ട്, എല്ലായിടത്തും വെള്ളം കിട്ടി കിടക്കും. പക്ഷേ കുടിവെള്ളമില്ല. കുടിവെള്ളത്തിന് യാതൊരു സൗകര്യങ്ങളില്ല, അടിസ്ഥാന ആവശ്യങ്ങളില്ല, റോഡുകളില്ല. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത. വികസനം സംബന്ധിച്ച് പൊള്ളയായ വാദങ്ങളാണ് മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയും നിലവിൽ മന്ത്രിയുമായ കൊടിക്കുന്നിൽ സുരേഷ് നിരത്തുന്നതെന്ന് ചെങ്ങറ സുരേന്ദ്രൻ ആരോപിച്ചു. പൂർത്തീകരിച്ച വികസനങ്ങളല്ല കൊടിക്കുന്നിൽ പ്രസിദ്ധീകരിച്ച വികസന ബുള്ളറ്റിൽ ഉള്ളതെന്നും ചെങ്ങറ ആരോപിച്ചു. കഴിഞ്ഞ നമ്മുടെ MP തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഫണ്ട് ചെലവഴിച്ചെന്ന് പറഞ്ഞു. എന്താ അദ്ദേഹം ചെയ്തത്? കൊല്ലം പുനലൂർ മീറ്റർ ഗേജിന്റെ ലാൻഡ് അക്വിസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് താൻ MP ആയിരുന്ന 2004 മുതൽ 2009 വരെയുള്ള കാലത്തായിരുന്നുവെന്ന് ചെങ്ങറ പറഞ്ഞു. മാവേലിക്കരയിൽ മെഡിക്കൽ കോളേജ് വരുന്നു എന്നത് പ്രഖ്യാപനം മാത്രമാണ്. അത് സംബന്ധിച്ച് വ്യക്തതയില്ല. കുട്ടനാട് പാക്കേജ് സംബന്ധിച്ചും കൊടിക്കുന്നിലിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടികൾ ഉണ്ടായില്ലെന്നും ചെങ്ങറ ആരോപിച്ചു. അതേപോലെ വലിയ ബുക്കിലെറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചില്ല, എങ്കിലും ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞു. എന്താണ് പൂർത്തീകരിച്ച എന്തെങ്കിലും? ഞാൻ ചോദിക്കട്ടെ, 2004-2009 ഞാൻ MP ആയിരിക്കുമ്പോഴാണ്, ഒന്നാം UPA ഗവൺമെൻറ് കാലത്താണ് കൊല്ലം പുനലൂർ മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കി. ലാൻഡ് അക്വിസേഷൻ ഉൾപ്പെടെ എൻ്റെ കാലത്താണ്. അതിൻ്റെ എല്ലാ പൂർത്തിയായ അലൈൻമെൻറ്റും എല്ലാം കഴിഞ്ഞ് ലാൻഡ് അക്വിസേഷനും കഴിഞ്ഞ് പാളം നിരത്തി പൂർത്തീകരണമാകുമ്പോൾ 2009 തെരഞ്ഞെടുപ്പായി. ഞാൻ മത്സരിച്ചില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റുപോയി, അദ്ദേഹം ജയിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആണോ? ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ 2009-2014 കാലഘട്ടത്തിൽ പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള ഭാഗം, ചെങ്കോട്ട മുതൽ വിരുദനഗർ തമിഴ്നാട് ഏരിയയാണ്, അത് പൂർത്തീകരിച്ചു, അവിടെ ട്രെയിൻ ഓടുന്നുണ്ട്. പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള 45 കിലോമീറ്ററിലധികം ഉണ്ടല്ലോ. എന്തുകൊണ്ട് 2 എംപിമാർ സുരേഷും പീതാംബരപ്പുറവും, അവർക്കല്ലേ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം? എന്തുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ? അവരുടെ ഗവൺമെൻറ്, റെയിൽവേ വകുപ്പ് അവരുടെ കയ്യിലല്ലായിരുന്നു, പവൻകുമാർ ബൻസാൽ അവർ മന്ത്രിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്താണ്? ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ലാൻഡ് അക്വിസേഷൻ നടന്നിട്ടില്ല, അലൈൻമെൻറ്റ് നടന്നിട്ടില്ല, അവിടുത്തെ വലിയ ഈ ഇത് വൈഡൻ ചെയ്തിട്ടില്ല, അവിടുത്തെ പിന്നെ കോറിഡോറുകൾ വൈഡൻ ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെന്താ വികസനം? പൂർത്തീകരിച്ച പാതയിലൂടെ പുനലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കൊരു ട്രെയിൻ അനുവദിച്ചു. ഏത് പാതയാണ് പൂർത്തീകരിച്ചാൽ ട്രെയിൻ അനുവദിക്കാത്തത്? പാത പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ട്രെയിൻ ഓടിക്കാനല്ലേ, ഉടൻ തന്നെ ട്രെയിൻ ഉണ്ടാവുമല്ലോ. അത് ഞാൻ വില കുറച്ച് കാണിക്കുമെന്നല്ല, അതാണ് ഒരു വലിയ ഇതായിട്ട് കാണിക്കുന്നത്. അതല്ലാതെ എന്തുണ്ട്? കുട്ടനാട് പാക്കേജ് എന്താ സ്ഥിതി? 1840 കോടി രൂപ ഞങ്ങളുടെ സമയത്ത്, ഞാനും CS സുജാതയും മനോജും എല്ലാം എംപിമാരായിരിക്കുന്ന സമയത്താണ്. ആ 1840 കോടി രൂപയുടെ സ്ഥാനത്ത് 327 കോടി രൂപയാണ് ചെലവഴിച്ചത്. AC കനാലിൻ്റെ നവീകരണമുണ്ട്, തണ്ണീർമുക്കം ബണ്ടുണ്ട്. എന്തെങ്കിലും നടന്നു? ഒന്നും നടന്നിട്ടില്ല. പോള വാരിയതിന് പൈസ ചിലവാണ്. ആ കുട്ടനാട് പാക്കേജ് തുടങ്ങിയെടുത്ത് നിൽക്കുക, 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയി. ഇപ്പോൾ അത് പൂർത്തീകരിക്കണമെങ്കിൽ 4000 കോടി രൂപ, 25% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ 1200 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അധിക ബാധ്യതയാണ്. അതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിലുള്ള ഒരു സംവാദത്തിലും കുട്ടനാട് പാക്കേജ് അദ്ദേഹം പറഞ്ഞില്ല, തൊട്ടില്ല. എന്താ തൊടാത്തെ? വലിയ സങ്കീർണ്ണ പ്രശ്നമാണ്. പിന്നെ പറയുന്നത് മാവേലിക്കര മെഡിക്കൽ കോളേജ്, ഏത് ക്യാബിനറ്റിൻ്റെ തീരുമാനമാണ്? എത്ര കോടി രൂപ അനുവദിച്ചേ? ഭൂമി എവിടെ? ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഒരു 2-3 മാസം മുമ്പ് ഒരു പ്രഖ്യാപനം. അങ്ങനെ പ്രഖ്യാപനമല്ല, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് പ്രഖ്യാപനമല്ല, പൂർത്തീകരിക്കാൻ എന്ത് കഴിയും? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട.
അക്കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായ പരാജയം. പിന്നെ MP ഫണ്ട് 87% പോലും MP ഫണ്ട് പൂർത്തീകരിച്ച പല MPമാരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എത്ര ശതമാനം? അതിലും താഴെയാണ്. 100% MP ഫണ്ട് പൂർത്തീകരിച്ച ആളായിരുന്നു ഞാൻ 2004-2009. കേരള നിയമസഭയിൽ സ്പീക്കർ അതിനെ അനുമോദിച്ചുകൊണ്ട് അവിടെ ഒരു നോട്ട് വായിക്കുകയും ചെയ്തു. കേരളത്തിൽ 1ാം സ്ഥാനം, ഇന്ത്യയിൽ 2ാം സ്ഥാനം. എന്നേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് പൂർത്തീകരണം നടത്തി, അതുകൊണ്ട് 2ാം സ്ഥാനം. അങ്ങനെ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത. ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ വോട്ട് തേടാൻ കുളത്തൂപ്പുഴ കുവക്കാട് മേഖലകളിൽ തമിഴ് ഭാഷയിലും പ്രചരണം കൊഴുക്കുന്നു. തമിഴ് വംശജർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് തമിഴ് ഭാഷയിലെ പ്രചരണം. തമിഴ് വംശജരായ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് കൂവക്കാട് മേഖലയിൽ തമിഴിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. NK പ്രേമചന്ദ്രനെ വോട്ട് തേടി UDF ആണ് തമിഴിൽ പ്രചരണം നടത്തുന്നത്. ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള കൂവക്കാട്ട് ലയങ്ങൾക്ക് സമീപത്തും മറ്റുമാണ് തമിഴിൽ ചുവരെഴുത്തുകളും ഫ്ലക്സ് ബോർഡ് പ്രചരണവും വ്യാപകമാക്കിയത്. തമിഴ് വംശജരുടെ വോട്ട് തേടാൻ തമിഴ് പ്രഭാഷകരെയും തമിഴിലെ അഭ്യർത്ഥനകളും പുറത്തിറക്കിയാണ് ഇരു മുന്നണികളും മുന്നേറുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചിതറ തലവരമ്പിലെ അപ്പൂപ്പൻപാറയെ ക്വാറി മാഫിയകളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പരിസ്ഥിതി ചൂഷണത്തിൽ പ്രതിഷേധിച്ച് സ്ഥലത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബൌണ്ടർമുക്ക് ജംഗ്ഷനിൽ നടന്ന യോഗം പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ജോൺ പെരുവന്താനം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ സൃഷ്ടിക്കുന്ന വികസനത്തിന്റെ ഭാഗമായി ഭൂമിക്ക് മേലേൽപ്പിക്കുന്ന ആഘാതത്തിനെതിരെ ഭൂമി തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ തിരിച്ചടിയെ നേരിടാൻ മനുഷ്യർക്ക് സാധിക്കില്ല. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ പല പ്രളയങ്ങളുടെയും അപകടങ്ങളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാർഡ് മെമ്പർ ശ്യാമളകുമാരി അമ്മ അധ്യക്ഷയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ സെക്രട്ടറി S. രാജീവ് സ്വാഗതം പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബാബുജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാജിദ ബീവി, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, CPM ചിതറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയൻ മാസ്റ്റർ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശബരിനാഥ്, കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി SA വാഹിദ്, SDPI ജില്ലാ പ്രസിഡന്റ് കടക്കൽ ജലീൽ, RSS മണ്ഡലം കാര്യവാഹക് രഞ്ജിത്ത്, അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി രക്ഷാധികാരി PK ശശാങ്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊല്ലം റൂറൽ മേഖലയിൽ പോലീസ് പരിശോധന ശക്തമാക്കി. മദ്യപിച്ച് വാഹനമോടിച്ച 150 പേരെയും വാറണ്ട് കേസിലെ 100 പേരെയുമാണ് പോലീസ് പിടികൂടിയത്. കൊല്ലം റൂറൽ ജില്ലയിൽ പോലീസ് പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച 150 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗതാഗത നിയമം ലംഘിച്ചും സീറ്റ് ബെൽറ്റും ഹെൽമറ്റുമില്ലാതെയും വാഹനമോടിച്ച 200-ൽ പരം പേരിൽ നിന്ന് പിഴ ഈടാക്കി. വാറണ്ട് കേസിലെ 100-ൽ പരം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. തെന്മല, ആര്യങ്കാവ്, ഉറുകുന്ന് എന്നിവിടങ്ങളിൽ നിന്ന് 2060 കവർ ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. ഒരു മാസത്തിനിടയിൽ 3ാമത്തെ പരിശോധനയാണ് നടത്തിയതെന്ന് റൂറൽ SP S. സുരേന്ദ്രൻ അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരാൻ പോലീസിന് SP നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കി. ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കടുത്ത ചൂടിലും ഇലക്ഷൻ പ്രചരണം തകൃതിയായി നടക്കുമ്പോൾ ഇലക്ഷൻ പ്രചരണത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ വിവിധ വകുപ്പുകളിൽപ്പെട്ട അധികൃതർ വാഹന പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ ദേശീയപാതയിലും സംസ്ഥാന പാതയിലും ചെറു റോഡുകളിലും വിവിധ തരത്തിലാണ് പരിശോധന നടത്തുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. പോലീസുകാരുടെ അഭാവത്തിൽ അഡീഷണൽ തഹസിൽദാരും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ജീവനക്കാരും സ്ക്വാഡ് പ്രവർത്തനത്തിന് സജീവമായുണ്ട്. പരിശോധന നടത്തുന്ന വാഹനങ്ങളുടെ നമ്പർ ശേഖരിക്കുകയും ചെയ്യും. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വാഹന പരിശോധന ശക്തമാക്കിയത്. ഒരു സ്ഥലത്ത് 30 മിനിറ്റാണ് പരിശോധനയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. എന്നാൽ സംശയം തോന്നുന്ന സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്താനും കളക്ടറുടെ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന് പറഞ്ഞ് എല്ലാ കക്ഷി നേതാക്കളും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മുതയിൽ വാർഡിലാണ് സംഭവം. ചിതറ പഞ്ചായത്തിലെ മുതയിൽ വാർഡിലാണ് സംഭവം. കമ്പനിമുക്കിൽ നിന്നും മുതയിൽ ജംഗ്ഷനിലേക്ക് പോകാനുള്ള പ്രധാന വഴിയാണിത്. കൊടുംവളവും ഇറക്കവും വീതി കുറഞ്ഞതുമായ റോഡാണിവിടം. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും എടുക്കാതെ വന്നപ്പോഴാണ് നാട്ടുകാർ ഇത്തരമൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് ടാറിംഗിൽ നിന്നും ഈ റോഡിനെ ഒഴിവാക്കിയതിന് MLA മുല്ലക്കര രത്നാകരനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുമയൂൺ കബീറിനും വാർഡ് മെമ്പർ മദിര വിജയനും നന്ദി അർപ്പിക്കുകയും വോട്ട് തേടി വീണ്ടും വരിക
എന്നാണ് ഫ്ലെക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDF, UDF ഭേദമില്ലാതെ എല്ലാ വാതിലുകളിലും തങ്ങൾ മുട്ടിയെന്നും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ പറയുന്നു. വിവിധ ഫണ്ടുകൾ വിവിധ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടും ഈ റോഡ് നന്നാക്കാൻ ശ്രമിക്കാത്തതാണ് പ്രതിഷേധത്തിനു കാരണം. നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ടിപ്പറുകൾ പോകുന്നത് റോഡിന്റെ തകർച്ച വർദ്ധിപ്പിക്കുന്നു. ഈ റോഡിന്റെ അവസ്ഥയെ പറ്റി നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവിടെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ, മദ്രസ ഇംഗ്ലീഷ് അറബി പറഞ്ഞാൽ അറബിൽ, അടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുവന്ന കുട്ടികൾ വളരെ ബുദ്ധിമുട്ട്. വളരെ ടിപ്പറിൽ എന്താ കാണുന്ന ട്രിപ്പെല്ലാം കയറി വരുമ്പോൾ കുട്ടികൾക്ക് ഒഴിയാവുന്ന ഒന്നിനും സൗകര്യം കിട്ടുന്നില്ല. ഈ കൊടും വളം ഇതുവരെ എല്ലാവരും പൊളിറ്റിക്കൽ പറയും. പൊളിറ്റിക്കലെല്ലാം സ്വന്തം കാര്യം വരുമ്പോഴില്ല. പൊളിറ്റിക്കലിൻ്റെ ഒരവസ്ഥ ഏത് ഉദ്യോഗസ്ഥർ ആരും വന്നാലും കണ്ടാൽ മനസ്സിലാവും ഈ റോഡിൻ്റെ ഈ അവസ്ഥ. ഇവിടെ അടുത്ത പേരെടുത്ത് കയറി ഇങ്ങനെ ഇടിച്ചിട്ട് ഈ പേരെ തൊടാതെ ഇങ്ങനെ വെച്ച് പോയിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ട് വളമൊന്ന് മെയിനായിട്ട് വളമൊന്ന് നൂത്ത് കിട്ടണം. കാരണം ഇവിടെ കുട്ടി എപ്പോഴും തന്നെ വണ്ടി കാണുന്ന വണ്ടി ഏത് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിയാൽ കാണാൻ അറിയാം. ഈ ഭാഗത്ത് വരുമ്പോൾ അവിടെ വണ്ടി കുട്ടികൾ പോകുന്ന ബുദ്ധിമുട്ടും, കൊച്ചു കുട്ടികളെ 8-10 വയസ്സിനകത്ത് പ്രായമുള്ള കൊച്ചു കുട്ടികളാണ് മദ്രസയിൽ പോകുന്നത്. ഒരു വണ്ടി വന്നാൽ കുട്ടികൾക്ക് ഒഴിയാൻ വയ്യ. കുട്ടികൾ പേടിച്ച് അങ്ങോട്ടും ചാടെ പോകും. ചില വണ്ടിക്കാരോട്ട് നിർത്തുന്നുണ്ട്. നിർത്തിയാണ് അവർ കുട്ടികളെ പോയതിനു ശേഷമായിരിക്കും വണ്ടിക്കാർ എടുത്തു പോകുന്നത്. മോട്ടോർ സൈക്കിളിലും മറ്റും ഈ വളവിൽ വന്നുകൊണ്ട് വീഴുന്നവരെ പിടിച്ചിളക്കുകയും ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു ജോലിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരടുത്തും ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ പ്രത്യേകിച്ചൊരു താല്പര്യമില്ലാതെ എല്ലാവരടുത്തും ചെന്ന് എല്ലാ വാതിലുകളും മുട്ടിയിട്ടും ഇതുവരെയും ആരും അതിനുവേണ്ടി ഒന്നും തുനിഞ്ഞിട്ടില്ല. പല പല പരാതികൾ നമ്മൾ ജനങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിരന്തരം കുട്ടികൾ ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പാർട്ടികളും കക്ഷി രാഷ്ട്രീയമില്ലാതെ ഈ ഒരു റോഡിന് പരിഹാരം നടത്തി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ATO ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CPI നേതാവ് ജോബോയ് പെരേര ഉദ്ഘാടനം ചെയ്തു. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പുനലൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞു. ഒരു മണിക്കൂറോളം ബസ്സുകൾ തടഞ്ഞ പ്രവർത്തകർ പ്രകടനവുമായി എത്തി ATO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPI നേതാവ് ജോബോയ് പെരേര ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കും മത്സ്യത്തൊഴിലാളികളടക്കം എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച സർക്കാർ KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹം ആരോപിച്ചു. 1-ാം തീയതി നിയമപ്രകാരം കിട്ടേണ്ട പെൻഷൻ KSRTCയിലെ പെൻഷൻകാർക്ക് മാത്രം കൊടുക്കാതിരിക്കുന്ന ഒരു ധിക്കാരപരമായ തീരുമാനമാണ് ഇപ്പോൾ കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാവർക്കും പെൻഷനുണ്ട്. അധ്യാപകർക്കുണ്ട്, സർക്കാർ സർവീസിലെ NGOമാർക്കുണ്ട്, ഇലക്ട്രിസിറ്റിയിലെയും വാട്ടർ അതോറിറ്റിയിലെയും ജീവനക്കാർക്കുണ്ട്. പെൻഷനുള്ള എല്ലാവർക്കും പെൻഷനുണ്ട്. കർഷക തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്, കശുവണ്ടി തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച സർക്കാർ, ജീവനക്കാർ അവർ ജോലി ചെയ്യുന്നു, അവരുടെ ജോലി ചെയ്യുന്നു. അവർ ജോലി ചെയ്ത കാലത്ത് നേടിയെടുത്ത് ഒരു അവകാശമായി സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന പെൻഷൻ ആർക്കും തടയാൻ അവകാശമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പീറ്റർ ജോർജ്, P. രാജേന്ദ്രൻ, R. ജയകുമാർ, K. പ്രഭാകരൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു വലത് മുന്നണികളും BJPയും പ്രചരണം കൊഴുപ്പിക്കുന്നു. വിലക്കയറ്റവും അഴിമതിയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന ചെങ്ങറ സുരേന്ദ്രൻ. കൊടിക്കുന്നിൽ അവകാശപ്പെടുന്ന വികസനങ്ങളിൽ കഴമ്പില്ല, പ്രഖ്യാപനമല്ല വികസന പൂർത്തീകരണമാണ് വേണ്ടതെന്നും ചെങ്ങറ. ചിതറയിൽ ക്വാറി മാഫിയകൾക്കെതിരെ ജനകീയ കൂട്ടായ്മ, അപ്പൂപ്പൻ പാറയെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.